അവനെ വല്ലാത്ത സൗന്ദര്യമാണ് നിനക്ക്. നിന്നെ കെട്ടിക്കഴിഞ്ഞ ജീവിതം ധന്യമായി മാറും. അത്രക്ക് സുന്ദരിയാ നീ, അതിലോക സുന്ദരി തന്നെ. ഹായ് നിഹ. ഹായ് ചേച്ചി, എന്റെ ഡാർലിംഗ് വന്നു. എന്തെങ്കിലും ഗുഡ് ന്യൂസ് ആവും. വേഗം വാ ചേച്ചി. എന്താ ഡാർലിംഗ്, ഭയങ്കര ഡള്ളാണല്ലോ. ഞാൻ മറ്റൊരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ച പെണ്ണ. പിന്നെയും എന്നെ നിങ്ങൾ ഇങ്ങനെ ഡാർലിംഗ് എന്ന് വിളിക്കരുത്. എന്റെ ലൈഫിലേക്ക് പുതിയൊരാൾ വന്നു കഴിഞ്ഞാ ഈ വിളിയൊക്കെ മാറും മോളെ നിഹാരിക. അതൊക്കെ വിട്. എനി ഗുഡ് ന്യൂസ്? എന്റെ പ്രൊപ്പോസൽ ഞാൻ അവരുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നീയും കേട്ടതല്ലേ? അവിടുത്തെ വീട്ടുകാരാണെങ്കിലും നിന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാ നിൽക്കുന്നത്. നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ട് അവർക്ക്. ആവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഉടനെ തന്നെ നിന്നോട് സംസാരിക്കാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വരും അവര്. നിന്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഇല്ലെന്നല്ല. ഗൂഡ്സ് ട്രെയിൻ പോലെയല്ല, നീ ഒരു ബുള്ളറ്റ് ട്രെയിനെ പോലെ സ്പീഡൊന്ന് കൂട്ട് ഡാർലിംഗ്. അപ്പൊ ഞങ്ങളുടെ കല്യാണവും നടക്കും. അവനിയെ ഡാർലിംഗ് എന്ന് വിളിക്കാനും പറ്റും. എനിവേ, നിന്റെ സിൻസിയർ എഫേർട്ടിന് താങ്ക് യു സോ മച്ച്. അതിലെന്ത് സിൻസിയാരിറ്റി ഉണ്ടായിട്ടാ? നിനക്ക് നിന്റെ ആവശ്യങ്ങള്, എനിക്ക് എന്റെ ആവശ്യങ്ങള്. അതുകൊണ്ടല്ലേ ഈ കല്യാണം പെട്ടെന്ന് നടന്ന അവനോടൊപ്പം ഹണിമൂണിന് പോകാം. നിങ്ങളുടെ അമ്മ ഈ സാഡിസ്റ്റിനെ എങ്ങനെയാ പ്രസവിച്ച്? അവന്റെ കാര്യം മാറ്റിവെക്ക്. നിനക്കെന്താ വേറെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? വിക്കിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ കല്യാണം ഇപ്പൊ നടക്കൂ ഇല്ലയോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തു പറ്റി ബേബി? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഓൾറെഡി കല്യാണത്തിന് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതല്ലേ, പിന്നെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എന്താ ഉണ്ടായത് നിഹാരിക? പറ. കല്യാണത്തിന്റെ നടത്തിപ്പിന് തടസ്സമായിട്ട് അവരുടെ രണ്ടുപേരുടെയും കയ്യില് ഒരു അസ്ത്രം ഉണ്ട് ഗൗതമി. അസ്ത്രമോ? എന്തസ്ത്രം? മാരേജ് സർട്ടിഫിക്കറ്റ്. മാരേജ് സർട്ടിഫിക്കറ്റോ? അതെ, ഇന്നലെ ഞാൻ ആ കാര്യം അറിഞ്ഞത്. ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൽ നമ്മുടെ മാരേജ് കഴിഞ്ഞ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ എവിഡൻസ് പോരെ അവനി? ആ സർട്ടിഫിക്കറ്റ് അവര് വിഷ്ണു ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രം പോലെ, ശിവന്റെ കയ്യിലെ ത്രിശൂലം പോലെയൊക്കെ കാണുന്ന. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. അത് പറന്ന് ദേവിയുടെ പൂജാമുറിയിലെത്തി. അകത്തേക്ക് കേറാൻ എങ്ങാനും ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാ ഞാൻ വെറും ഭസ്മമായി പോവും. എല്ലാം നല്ലതുപോലെ സംഭവിച്ച് നിന്റെ കല്യാണം ഭംഗിയായി നടക്കുമെന്നാ കരുതിയേ. ഇപ്പൊ എന്താ ഇങ്ങനെയായത്? എനിക്കത് വല്ലാത്ത ടെൻഷനായി പോയി. ആ സർട്ടിഫിക്കറ്റ് പുറത്തു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണം നടക്കില്ല, അതിലൊരു സംശയവും വേണ്ട. നിന്റെ കല്യാണത്തിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാ ഈ സംഭവിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയായിരുന്നു മോളെ? അമ്മയും അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. ആണോ?
ലോയറാണ് ഏട്ടാ. സംസാരിക്കുക. നമസ്കാരം സർ. നമസ്കാരം ചേച്ചി. പറഞ്ഞോളൂ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അനീത്തിയുടെ മക്കളെ കണ്ടിട്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചോ? അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒപ്പിട്ട് കൊണ്ടുവരാം. ഒപ്പിട്ട് കിട്ടാൻ വൈകിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടിയുടെ മേൽ ആരുടെങ്കിലും കണ്ണു പതിയും. അത് അവസാനം ആർക്കും ഇല്ലാതായി പോകും. അങ്ങനെ സംഭവിക്കരുത് വക്കീൽ സാറേ. എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് വാങ്ങി ഡോക്യുമെന്റ്സ് ഞങ്ങൾ അവിടെ എത്തിക്കാം. അങ്ങനെ ആവട്ടെ. എന്നാ ശരി വക്കീലേ. എന്താ അമ്മേ, ഇന്നിതിപ്പോ എന്താ ഈ ലോയറിനോടൊക്കെ സംസാരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? അല്ല, ഒപ്പിട്ട് തരണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോ ഈ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വീതിച്ച് തരാൻ വേണ്ടിയായിരിക്കും അല്ലേ? നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ആലോചിക്കേണ്ട ആളിയാ. ഇത് ആ കാര്യമായിരിക്കില്ല, മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓ, എന്റെ അനിയത്തി സുഭദ്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം. ഒരിടത്തൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. അതിപ്പോ കേസിലാ. പക്ഷെ അതിപ്പോ ലിറ്റിഗേഷനിലുള്ള കാരണം ഉപയോഗം ഇല്ലാതെ കിടക്കുക. ഫൈനൽ ഹിയറിംഗ് ആയിട്ടുണ്ടെന്ന് ലോയർ ഇന്നലെ ഞങ്ങളെ വിളിപ്പിച്ച് സംസാരിച്ചായിരുന്നു. അത് അനിയത്തിയുടേതാണെങ്കിൽ അത് അനിയത്തിയുടെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ അച്ഛാ? അതെ മോളെ, അവർക്കത് ലഭിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സുജാതയെ കൊണ്ടും അവളുടെ അനുജിത്തെ കൊണ്ടും ഒപ്പിടിച്ച് തിരിച്ചു കൊടുക്കാൻ കുറച്ച് ഡോക്യുമെന്റ്സ് ലോയർ തന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സുജാതയെ കണ്ടിരുന്നു. അവള് പക്ഷേ അതിൽ ഒപ്പിട്ട് തന്നില്ല. അവളുടെ അനുജത്തെ കൊണ്ട് അതിൽ ഒപ്പിട്ട് വാങ്ങിക്കാൻ അവള് താല്പര്യവും കാണിച്ചില്ല. ഇത്രയും സ്വത്ത് വെറുതെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും വേണ്ടെന്ന് വെച്ചോ? അപ്പൊ പിന്നെന്തോ കുഴപ്പമുണ്ട്. ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി സെന്റിമെന്റ്സ് ഇല്ലാതെ ജനങ്ങൾ തമ്മിലടിക്കുന്ന കാലമാ. അപ്പോ ഒരാള് കോടികൾ വിലമതിക്കുന്ന 5 ഏക്കർ ഭൂമി വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ആ സുജാത എന്തോ രഹസ്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇത്ര കാലമായിട്ടും ആ സുജാതയുടെ അനിയത്തി ആരാണെന്ന് അറിയേയില്ല. ആ കാര്യത്തില് എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് ഞാനും വിട്ടതാ. $5000 തൊട്ട് 5 ലക്ഷം രൂപയ്ക്ക് വരെ ആവനിയോട് വന്ന് സഹായം ചോദിക്കുന്ന സുജാത കോടികൾ വേണ്ടാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അനിയത്തെക്കുറിച്ച് പറയാൻ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതെന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? അവള് വലിയ വീട്ടിലെ മരുമകളായതുകൊണ്ട് ഇനി സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് സുജാത ചേച്ചി കരുതിയതായിക്കൂടെ? ആ ചേച്ചി കുറച്ച് അഭിമാനമുള്ള ആളാണ്. പൈസയുടെ കാര്യത്തിൽ ആർക്കും ആത്മാഭിമാനം ഉണ്ടാവില്ലളിയാ. ഈ പ്രപഞ്ചം മുഴുവൻ ഗാന്ധിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കരുത്. അവരുടെ അനിയത്തി ആരാണെന്ന് പുറത്തറിയരുതെന്ന ഉദ്ദേശത്തോടെ സുജാത ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മോളെ അവനി, സുജാതയെക്കുറിച്ച് മോൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാലും ഞങ്ങൾ കൊടുക്കുന്നതൊന്നും അവള് സ്വീകരിക്കില്ല. അവളുടെ അവസ്ഥ പക്ഷെ ഒട്ടും ശരിയല്ല. അനിയത്തി ചിലപ്പോ വലിയ വീട്ടിലെ മരുമകളായി കാണും. പക്ഷെ അവളും അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആസ്തി മുഴുവൻ സുജാതയുടെ പേരിലാവും. അങ്ങനെ ഒരു ഭർത്താവിന്റെ കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന അവൾക്ക് ഈ സമയത്ത് ആ പ്രോപ്പർട്ടി മുഴുവൻ ലഭിച്ചു കഴിഞ്ഞാൽ അവളുടെയും മകളുടെയും ഭാവിക്ക് വലിയ ഉപകാരമായിരിക്കും അത്. നീ അവിടം വരെ പോയി സുജാതയോടൊന്ന് സംസാരിച്ച് എങ്ങനെയും അവളെ കൊണ്ട് സമ്മതിപ്പിക്കുക. ഞങ്ങൾ പറഞ്ഞ കേൾക്കില്ലെങ്കിലും ഫ്രണ്ടായ നീ പറഞ്ഞ അവൾ കേൾക്കുമായിരിക്കും. സുജാത ചേച്ചിയുടെ വാശി എന്താണെന്നും ദേഷ്യം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം.
ചേച്ചി ഒരു തവണ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ അത്രയും ഉറപ്പുള്ള തീരുമാനമായിരിക്കും. ഞാൻ പറഞ്ഞാലത് കേൾക്കും തോന്നുന്നുണ്ടോ? പറയേണ്ടവര് പറഞ്ഞാല് ചിലർ കേൾക്കുമോളെ. നീയും ശ്രീകരും പോയി അവളോടൊന്ന് സംസാരിച്ചിട്ട് വാ. ശ്രീകർ, മുൻപ് അവളുടെ മകളുടെ ഓപ്പറേഷന്റെ സമയത്ത് പൈസ കൊടുത്ത് സഹായിച്ചതല്ലേ? ഈ പ്രോപ്പർട്ടി അവർക്ക് ഒരുപാട് ഉപകാരപ്പെടൂടാ. നിങ്ങളൊന്ന് പോയിട്ട് വാ. ശരി അച്ഛാ, ഞങ്ങൾ പോയിട്ട് സംസാരിച്ചു നോക്കാം. വാ അവനി. ചെല്ലു മോളെ. സുജാത ഇവര് പറയുന്നത് മനസ്സിലാക്കിയ വലിയൊരു സന്തോഷായിരിക്കും. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? ഉണ്ട്, വലിയ കുഴപ്പമുണ്ട്. അവളുടെ അനിയത്തെക്കുറിച്ച് ആരും അറിയരുതെന്നവര് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത്ര വലിയ അനിയത്തി ആരാണെന്നാ മനസ്സിലാകാത്തത്. തന്റെ ചേച്ചി എല്ലാ കാര്യങ്ങളും തന്നോട് ഷെയർ ചെയ്യാറില്ലേ? എന്നിട്ട് അച്ഛനും അമ്മയും പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യത്തിന് അവിടെ ചെന്ന കാര്യം സുജാത ചേച്ചി തന്നോട് എന്തായിരിക്കും പറയാതിരുന്നേ? അതായിട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ആ പ്രോപ്പർട്ടി ഉപകാരപ്പെടുമായിരുന്നില്ലേ? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? ചേച്ചിക്ക് ആത്മാഭിമാനം കൂടുതലാ. പട്ടിണി കിടക്കാനും ചേച്ചി തയ്യാറായിരിക്കും. പക്ഷേ ആസ്തി കണ്ടോ സ്വത്ത് കണ്ടോ ചേച്ചി ആഗ്രഹിക്കില്ല. അത് മറ്റൊരാളുടെ സ്വത്തല്ല, വേറെ ആരുടെ ആസ്തിയുമല്ല. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാ. അതിനെ അത്യാഗ്രഹമായിട്ടൊന്നും കാണണ്ട ഇനി ആരും. നമുക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് സമ്മതിപ്പിക്കാം. പ്രോപ്പർട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളവിടെ നിൽക്കുന്ന അത്രയും സമയത്തിനുള്ളിൽ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണക്കാര്യം അറിയുന്നത് എപ്പോഴാവൂന്ന് 100 തവണയെങ്കിലും ചോദിക്കും ചേച്ചി. നമുക്കതിനൊരു മറുപടി ഉണ്ടാവില്ല. ചേച്ചിക്ക് നമ്മളെക്കുറിച്ചുള്ള ആലോചന വല്ലാതെ കൂടിയിട്ടുണ്ട്. നമ്മുടെ കാര്യം അറിഞ്ഞ് വീട്ടിലുള്ളവരുടെ എല്ലാം അംഗീകാരം നമുക്ക് ലഭിക്കുന്നതുവരെ മനസ്സമാധാനം ഉണ്ടാവില്ല പാവത്തിന്. നിസ്വാർത്ഥമായ ചേച്ചിയുടെ സ്നേഹം അമ്മയുടെ സ്നേഹത്തിന് തുല്യാടോ. അതുകൊണ്ട് സുജാത ചേച്ചി തന്നെ പറ്റി എല്ലാ സമയത്തും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. മറ്റൊരു കാര്യം, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചി അറിയരുതേട്ടാ. നാളെ നമുക്കിവിടെ എന്തൊക്കെ സംഭവിച്ചാലും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് രക്ഷയായിരിക്കും എന്നുള്ള ഏക ധൈര്യത്തിലാ ചേച്ചി. ഇപ്പൊ അത് കയ്യിലില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ വലിയ ടെൻഷനിലാവും ചേച്ചി. കേട്ടില്ലേ? ശരി. നമ്മുടെ അടുത്ത് ഭദ്രമാക്കി വെച്ച സർട്ടിഫിക്കറ്റ് ശരിക്കും എവിടെ പോയത്? സിഗ്നൽ കിട്ടുന്നില്ലല്ലോ. ഇന്നലെ അവര് വന്നു, ഇന്ന് ഇവര് വരുന്നു. ചേച്ചി, ആവനി ഇരിക്കും മോളെ, ഇരിക്ക്. ആവനി ഇരിക്ക്. നിങ്ങൾ ഇരിക്കെ, ഞാൻ കോഫി ഇട്ടുകൊണ്ട് വരാം. ഇരിക്കട്ടോ. ചേച്ചി അതൊന്നും ഇപ്പൊ വേണ്ട, നിങ്ങൾ ആദ്യം ഇരിക്കെ. പ്രോപ്പർട്ടിയുടെ കാര്യത്തെപ്പറ്റി അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞു ചേച്ചി. നിങ്ങളുടെ പാരന്റ്സ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി എന്തിനാ ചേച്ചി വേണ്ടെന്ന് വെക്കുന്നേ?
നിങ്ങളോട് പൈസ ചോദിക്കാൻ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തന്നതെന്ന് വിചാരിച്ചൂടെ? ഒന്നും അറിയാത്ത ഒരാളെ പോലെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ ശ്രീകർ? ആവനി ഇപ്പൊ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞ ആവനി എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം നിന്റെ വീട്ടിലുള്ളവർ അറിയില്ലേ? ഇത്രയും ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ച ആവനിയുടെ നിന്റെ കല്യാണം കഴിഞ്ഞ സത്യം അവരറിയില്ലേ? ആവനി എന്റെ അനിയത്തിയാണെന്ന് ഇതിനു മുമ്പ് എന്റെ ഭർത്താവ് നിന്റെ വീട്ടിൽ വന്ന എല്ലാവരോടും പറയാൻ ശ്രമിച്ചു. അപ്പൊ എങ്ങനെയോ ദൈവത്തിന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടു. എപ്പോഴും നമുക്കതിന് കഴിയോ? നിന്റെ അച്ഛനും അമ്മ ഇവിടെ വെച്ചിട്ട് പോയ പേപ്പേഴ്സൊക്കെ ഇവിടെ തന്നെ വിട്ടതാ ഞാൻ. മേശയിൽ ഭദ്രമായിട്ട് എടുത്തു വെക്കണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ല. എന്താണെന്നോ, എനിക്ക് ഈ സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എന്റെ അനിയത്തി ആവനിയുടെ ജീവിതവും ഭാവിയാ വലുത്. ചേച്ചി പറഞ്ഞാൽ ലോജിക്കെല്ലാം കറക്റ്റാ. അവരെയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്തോളാം. ചേച്ചിക്കും അവനിക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ ലോയറിനോട് ഞാൻ തന്നെ സംസാരിക്കാം. അവന് ചേച്ചിയുടെ അനിയത്തിയാണെന്ന കാര്യം പുറത്തറിയാതെ ഈ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. അതോർത്ത് ടെൻഷൻ ആവണ്ട. ആവനിക്കും നിനക്കും ബുദ്ധിമുട്ടില്ലാതെ അത് ചെയ്യാൻ പറ്റിയ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ശരി ചേച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അടിച്ചു മോനെ ബമ്പർ. പിടി വീണില്ലേ, പിടി വീണില്ലേ, ഇവിടിപ്പോ നിങ്ങൾക്ക് പിടി വീണില്ലേ. ആവനി സുജാതയുടെ അനിയത്തിയാണെന്ന് ഞാൻ അവിടെ പറയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഒരുപാട് ട്രൈ ചെയ്തപ്പോ മുരളിച്ചേട്ടൻ എന്നൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് എനിക്കിട്ട് നിങ്ങൾ അന്നൊരു വലിയ അടി തന്നു. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് തിരിച്ചടി തരാൻ പോവാ. അതെങ്ങനെയാണെന്ന് അറിയാമോ? അങ്ങനെ നിങ്ങൾ സംസാരിച്ചത് മുഴുവൻ അതില് റെക്കോർഡായിട്ടുണ്ട്. ആ വീഡിയോ മാത്രം മതി. നിങ്ങളുടെ വീട്ടിലും പോലീസ് സ്റ്റേഷനിലും കോർട്ടിലും എവിടെ വേണമെങ്കിലും എനിക്ക് കാണിക്കാൻ പറ്റും. ഈ നരസിംഹത്തിനെ നിങ്ങള് വെറും പൊട്ടനാണെന്ന് കരുതിയല്ലേ? ഈ നരസിംഹത്തിന് എത്ര ബുദ്ധിയുണ്ടെന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പോവാ. അരുതളിയ, നിങ്ങൾക്ക് കിട്ടുന്ന 4 കാശിനു വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ജീവിതം പ്രയാസത്തിലാക്കരുത്. ഓ അതെ ചേട്ടാ, നിങ്ങൾക്കിപ്പോ എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ പക്ഷേ ഇങ്ങനെയുള്ള ഒരു തീരുമാനവും എടുത്തേക്കരുത്. നിങ്ങൾ എന്താ ശത്രുക്കളെ പോലെ പെരുമാറുന്നേ? ചേച്ചി കവറിങ്, അനിയത്തി ഷിവറിങ്. അടിച്ചു മോനെ ബമ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പടം കാണിച്ചു തരാം. ഇനി എന്ത് ചെയ്യും ചേച്ചി? നമ്മുടെ അവസ്ഥ എത്ര ദാരുണാണെന്ന് കണ്ടോ? ഞാൻ എന്ത് സംഭവിക്കരുതെന്നാണോ വിചാരിച്ചത് അത് തന്നെ സംഭവിച്ചു. നിങ്ങൾക്കൊരു തിരിച്ചടി തരാൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം ഇതാണ്. ഇപ്പൊ പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടോ? ഇതാ കണ്ടോ? ഇതെന്താ സൗണ്ട് വരുന്നില്ലല്ലോ?
വീഡിയോ ഇല്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്താണല്ലോ. അപ്പോഴേക്കും അത് എവിടെ പോയി? കഷ്ടമുണ്ട്, ഇതെന്ത് കഷ്ടമാ. ഈ എന്താ ഉണ്ടായത്? അടിച്ചാ ബമ്പറ്